വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വിശന്ന് വരുന്ന നമ്മുടെ കുട്ടീസിന് നല്ല ടേസ്റ്റ് ആയിട്ട് റെഡി ആയി കൊടുക്കാൻ പറ്റാവുന്ന ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. മസാലയൊന്നും വഴറ്റാതെ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു ചൂട് ചായയുടെയും സോസിന്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 1.5 കപ്പ് സോയാബീൻ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചെറിയ സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ സോയാബീനാണ് കയ്യിലുള്ളതെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കുതിർന്ന് ശരിക്കും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഈ ചൂട് വെള്ളമൊക്കെ കളഞ്ഞ് 2-3 തവണ സാധാരണ പച്ചവെള്ളത്തിൽ ഒന്നുകൂടെ കഴുകി ശരിക്കും വെള്ളമൊക്കെ ഒന്നുകൂടെ പിഴിഞ്ഞു കളഞ്ഞ് നമുക്ക് മാറ്റി വെക്കാവേ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ നേരത്ത്. ഇനിയിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിക്സറെ ജാറിലേക്ക് നല്ല എരിവുള്ള 2 പച്ചമുളകും അതേപോലെ തന്നെ ഒരു ചെറിയൊരു കൈപ്പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാതിരുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കറക്കി എടുത്തുകൊണ്ട് വരാം. ഇതുപോലെ ഇതിപ്പോ ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് മതി. എല്ലാം നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോ ഇതിലേക്ക് നല്ലോണം തന്നെ വേവിച്ച് ശരിക്കും ഉടച്ചു വെച്ചിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വരെയൊക്കെ എടുക്കാം. ഇതിപ്പോ നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ മസാലയൊന്നും വഴറ്റാതെ നമ്മൾ എളുപ്പം ചെയ്തുകൊണ്ടാണ് ഇതേപോലെ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണിന് താഴെ മാത്രം മഞ്ഞൾപ്പൊടിയും കളറിന് മാത്രം വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഒരു 4-5 ബ്രെഡ് എടുത്ത് ഇതേപോലെ ഒന്നും കൂടി പൊടിച്ചാൽ മാത്രം മതിയാവും. അങ്ങനെ മസാലയൊന്നും വഴറ്റാതെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ കട്ട്ലേറ്റിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ സാധാരണ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കുന്ന പോലെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഒട്ടും തന്നെ പൊട്ടിയോ വിട്ടോ ഒന്നും പോരാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ മിക്സും ഇതേപോലെ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാവേ. കേട്ടോ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ സാധാരണ നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്ന പോലെ കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് മൈദയിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് ഒഴിക്കേണ്ട. ആദ്യമേ ഇതുപോലെ കുറച്ച് മാത്രം ഒഴിച്ച് കട്ടകളില്ലാതെ റെഡിയാക്കി എടുത്താൽ മതി. വെള്ളം ഒരുപാട് കൂടാനും പാടില്ല. അതേപോലെ തന്നെ തീരെ കുറഞ്ഞ് ഭയങ്കര കട്ടിയാവാതിരിക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റിന്റെ മിക്സും ഇതേപോലെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. ഈ മൈദയുടെ മിക്സ് നല്ലോണം ലൂസായി പോയി കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസിലൊന്നും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെ ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മൈദയുടെ മിക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ വെള്ളം ഒരുപാട് കൂടാതെയും ഒരുപാട് അങ്ങോട്ട് കുറയാതെയും ഒന്ന് നോക്കി വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഒന്നുകൂടി കോട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കട്ട്ലേറ്റിന്റെ മിക്സും ഇതുപോലെ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ചേർത്ത് കൊടുക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടതാ ഇതുപോലെ എല്ലാ കട്ട്ലേറ്റിന്റെ മിക്സും ഇവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ തന്നെ നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഉണ്ടോ, ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം കളറൊക്കെ മാറി റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുറം ഭാഗം മാത്രമാണ് പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞു വരുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് റെഡിയാക്കി എടുത്താൽ മതി. കളറൊക്കെ പതുക്കെ ഒന്നിങ്ങോട്ട് മാറി വന്നപ്പോൾ ഒരു വശം മറിച്ചിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ 2 വശം നല്ലോണം കളറൊക്കെ മാറി റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ പൊട്ടിയോ വിട്ടോ ഒന്നും പോരാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ.
ഇതുപോലെ ഇങ്ങനെ കോരിയെടുത്ത് മാറ്റി നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലേറ്റിന്റെ പരിപാടി എന്ന് പറയുന്നത്. എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് അങ്ങോട്ട് തണുത്തൊന്നും പോവാതെ ചൂടോടുകൂടി നല്ലൊരു ചൂട് ചായയുടെയും സോസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേട്ടതാ, ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.